സോ ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ്, ബാലൻസ് ഓഫ് ട്രേഡ്, അതുപോലെയുള്ള ഇന്റർനാഷണൽ ബോഡീസ്, ട്രേഡ് ഡെഫിസിറ്റ് മുതലായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്? അപ്പൊ നമുക്കറിയാം, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് പല രീതിയിൽ ഇപ്പൊ 1980 കാലഘട്ടം മുതലാണ് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നതിൽ എന്ത് സംഭവിച്ചത്? ഒരു ഓപ്പൺ അപ്പ് സംഭവിച്ചത്, അല്ലെ? അതുവരെയും നമ്മുടെ എക്കോണമി എങ്ങനെയായിരുന്നു? ഹൈലി ക്ലോസ്ഡ് ആയിട്ടുള്ള, ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ട്രേഡ് റിലേഷനോ ട്രേഡ് അസോസിയേഷൻസോ ഇതൊന്നും എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. 1980 ശേഷം നമുക്ക് ലിബറലൈസേഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്താണ് ലിബറലൈസേഷൻ? ഒരുപാട് റൂത്ത്ലെസ് ആയിട്ടുള്ള, ഒരുപാട് ഓക്വേർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നും മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് സഞ്ചരിക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് ബേസിക്കലി ലിബറലൈസേഷനിൽ വന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് ഇതെല്ലാം ട്രേഡ് മേഖലയെ വളരെ വലിയ രീതിയിൽ എഫക്ട് ചെയ്തിരുന്നു. സോ ട്രേഡ് നടന്നാൽ മാത്രമേ, അതായത് നമ്മുടെ എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായി നല്ല റിലേറ്റഡ് ആയി ട്രേഡ് റിലേഷൻ നടത്താനായി സാധിക്കൂ. അതിനായി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് LPG മെക്കാനിസം എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ത് ചെയ്യുക? പ്രൈവറ്റൈസ് ചെയ്യുക, അല്ലെ? അതേപോലെ പക്ഷെ അവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സ്ട്രാറ്റജിക് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഇപ്പം ആംസ് ഒക്കെ പോലെയുള്ള, അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ബേസിക്കലി പബ്ലിക് സെക്ടറിന്റെ കീഴിൽ തന്നെയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബലൈസേഷൻ ഇസ് ഓപ്പണിംഗ് അപ്പ് ഓഫ് അവർ എക്കോണമി, അല്ലെ? ഇന്റഗ്രേറ്റിംഗ് അവർ എക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി. വേൾഡ് മാർക്കറ്റില് നമ്മുടെ കമോഡിറ്റീസ്, നമ്മളുടെ പ്രൊഡക്ട്സ് വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനറലി ഇതിന്റെ ലക്ഷ്യം. കാരണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമുക്ക് കോമ്പിറ്റന്റ് ആവണം, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് കോമ്പിറ്റന്റ് ആവണമെങ്കിൽ സോഫിസ്റ്റിക്കലി നമ്മൾ എന്ത് ചെയ്തേ മതിയാവുള്ളൂ? അഡ്വാൻസ്ഡ് ആയേ മതിയാവുള്ളൂ. അതിനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇപ്പൊ നമ്മുടെ എക്കണോമിയുടെ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാല് നമുക്ക് പല രീതിയിൽ എന്തുണ്ട്? റിസോഴ്സസ് അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കൺസിഡറേഷൻ എന്താണ്? ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് അഡെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ മൊബിലൈസ് ചെയ്യുന്നു. അങ്ങനെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്ഷൻസ് ഇല്ല, റിസോഴ്സസ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. തന്മൂലം ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നു. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻകം സ്രോതസ്സുകളിൽ ഒന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ധാരാളമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ട്രേഡ് മെക്കാനിസം നമ്മളെ സഹായിക്കുന്നുണ്ട്. Next is balance of trade refers to invisible transaction, export and import of goods, capital transfers, foreign investment. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡിന്റെ കീഴിൽ വരിക? ഒന്ന് ആൻസർ ചെയ്തേ. സ്വാതി ഉണ്ട്. സ്വാതി, പ്ലീസ് ട്രൈ ടു ആൻസർ. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക ബാലൻസ് ഓഫ് ട്രേഡില്? ഓക്കെ, നോ പ്രോബ്ലം. നമുക്കിപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കീഴില് ഒരുപാട് തരത്തിലുള്ള അക്കൗണ്ടുകൾ ആക്ച്വലി നമുക്ക് അവൈലബിൾ ആണ്. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകളും നോർമലി നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ റെസീപ്റ്റ്സും അതുപോലെ തന്നെ പേയ്മെന്റും തമ്മിലുള്ള ഒരു ഇൻകറൻസ് അല്ലെങ്കിൽ മാച്ചിങ് ആണ് ബേസിക്കലി ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നമ്മൾ അഡെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് വരുന്ന ക്യാഷും അതേപോലെ
നമ്മൾ നടത്തേണ്ട പേയ്മെന്റ്സും രണ്ടും ടാലീഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു എക്കോണമി സ്റ്റേബിൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് വളരെ കൃത്യമായി എന്തറിയേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ എക്കോണമിയിലേക്ക് എത്രയാണ് വരുന്നത്, നമ്മുടെ എക്കോണമിയിൽ നിന്ന് എത്ര പേയ്മെന്റാ നടത്തുന്നത് എന്നതിനെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മളെ സഹായിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്നുള്ള കണ്ടീഷൻ ആണ് പറയുന്നതെങ്കിൽ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ പേയ്മെന്റ്, അതായത് നമ്മളിപ്പം ആർക്കെങ്കിലും ഒരു പേയ്മെന്റ്, അതായത് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് എന്തെങ്കിലും റിസോഴ്സസ് വാങ്ങിച്ചാൽ വി നീഡ് ടു മേക്ക് പേയ്മെന്റ് ഫോർ ദാറ്റ്. സോ നമ്മുടെ പേയ്മെന്റ് നമ്മുടെ റെസീപ്റ്റിനെക്കാളും കൂടുതലായിരിക്കുന്ന സിറ്റുവേഷൻ, അത് പ്രോബ്ലമാറ്റിക് കണ്ടീഷനാ. കാരണം നമ്മളിപ്പം ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനാണല്ലോ ബേസിക് ആയിട്ട് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും വേണ്ടി പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഡെഫിസിറ്റ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യാണ് മാർക്കറ്റിൽ. ഇനി നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ഉണ്ട്. എപ്പോഴും ഒരു രാജ്യത്തിന് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ് നല്ലത്. ഇവിടെ എന്താ, ഇവിടെ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ റെസീപ്റ്റിനെക്കാളും എന്ത് സംഭവിക്കും, കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ, പോസിറ്റീവ് കണ്ടീഷൻ ആണ്. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നഫ് ആയിട്ടുള്ള ഇൻകം നേടാനായി ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും, എക്സ്പോർട്ടിനെ എക്സ് എന്നും ഇമ്പോർട്ടിനെ എം എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ടെൻഡൻസീസിനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ് ഓഫ് ട്രേഡിന്റെ ലക്ഷ്യം. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. റാപ്പിഡ് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെന്റ് കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തേ മതിയാവുള്ളൂ, അതേർ ചെയ്തേ മതിയാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് അതേർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം എന്നാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു മെക്കാനിസം ആണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ, സപ്പോസ് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് പറയാം, ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് ആണ്. ഏതൊരു രാജ്യത്തിനും അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഒരുപാട് ഇൻകം, ഇപ്പൊ നമ്മൾ കയറ്റി വിടുന്ന സാധനങ്ങൾ അതാണല്ലോ എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ നിന്നാൽ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നമ്മുടെ എക്സ്പോർട്ട് ഇസ് ലെസ് ദാൻ ഇമ്പോർട്ട് ആണെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്താ സംഭവിക്കുക, ഡെഫിസിറ്റുമായിരിക്കും വരുന്നത്. സോ എപ്പോഴും നമ്മളുടെ കണ്ടീഷൻ എന്താ, ഒരു ഇക്വിലിബ്രിയം ഫാക്ടർ ആയിരിക്കണം. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ തുല്യത വേണം. സോ ഇവിടെ ഓപ്ഷൻ ബി, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് തമ്മിലുള്ള ഒരു ടാബുലേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇക്വിലിബ്രിയമാണ് ബേസിക്കലി വരുന്നത്. ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒരിക്കലും ഉണ്ടാകില്ല. അടുത്തത് ഡംപിംഗ് മീൻസ് സെല്ലിംഗ് ഗുഡ്സ് ബിലോ കോസ്റ്റ് ഇൻ ഫോറിൻ മാർക്കറ്റ്, എക്സ്പോർട്ട് പ്രൊമോഷൻ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ട്രേഡ് ഡെഫിസിറ്റ്. നമുക്ക് എക്കണോമിക്സിന്റെ ഏരിയയിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഡംപിംഗ് എന്ന് പറയുന്നത്. ഡംപിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാർഷൽ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ടെൻഡൻസിയാണ്. മോണോപോളിസ്റ്റിക്, അതായത് ഒരുപാട് നമ്മളിപ്പം ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റുകൾ കാണാൻ പറ്റും. അതായത് സ്കൂട്ടറിന്റെ മാർക്കറ്റ്, ക്ലോത്ത് പേസ്റ്റ്, നമ്മളുടെ ഈ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ മാർക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് ടിവിയുടെ മാർക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റുകൾ ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോണോപോളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്ന ഒരു ഫോം ആണ് ഡംപിംഗ്. ഡംപിംഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കമോഡിറ്റി ആയിരിക്കും, പക്ഷെ ഈ സെയിം കമോഡിറ്റിക്ക് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, പല രീതിയിൽ പ്രൈസ് ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമോഡിറ്റി വിൽക്കാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോറിൻ രാജ്യത്ത് നമ്മളൊരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ആ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫോറിൻ രാജ്യത്തിൽ എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വില കുറച്ച് വിൽക്കുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ആംപിൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര വില വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇൻകർ ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് വിദേശത്തേക്ക് പോയാൽ അഡ്വാൻസ്ഡ് ആയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവർ ഒരുപാട് പേര് കാണും. സോ ഇവിടെ എന്താ ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പെർട്ടിക്കുലർ സോർട്ട് ഓഫ് കമോഡിറ്റിക്ക് വില കൂട്ടി വിൽക്കുകയും
വിദേശ രാജ്യത്ത് എന്ത് ചെയ്യാ, വില കുറച്ചു വിൽക്കുകയും ചെയ്യാം. പലപ്പോഴും ഇത്തരത്തിലുള്ള ടെൻഡൻസി നമ്മൾ കാണാറുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ആയി, സോ നമുക്ക് വളരെ കോമ്പറ്റേറ്റീവ് ആകണം, നമ്മുടെ പ്രൊഡക്റ്റ് വേൾഡ് മാർക്കറ്റിലും നമുക്ക് എത്തിക്കണം. പക്ഷെ അവിടെ വരുന്ന കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വില ഒരു ഘടകമാണ് അല്ലെ. ഒരുപാട് പ്രൈസിന് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കമ്മോഡിറ്റി വാങ്ങാൻ ആരും ഉണ്ടാവില്ല. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ, വി നീഡ് ടു മാച്ച് ഇറ്റ്, റൈറ്റ്. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി വില കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, വിദേശത്ത് വിൽക്കാതിരിക്കുക, വില കുറച്ച് വിദേശത്ത് വിൽക്കുക, സ്വന്തം നാട്ടിലെ വില കൂട്ടി വിൽക്കുകയും ചെയ്യുന്ന ടെൻഡൻസിയാണ് ഡംപിങ്. ഇതുപോലെ തന്നെയുള്ള ഒരു ടെൻഡൻസിയാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുണ്ട്, പെർസിസ്റ്റന്റ് ഉണ്ട്, സ്പൊറാഡിക് ഉണ്ട്, പ്രിഡേറ്ററി ഉണ്ട്, പല രീതിയിലുണ്ട്. സ്പൊറാഡിക് ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസണൽ ഡംപിംഗ്. ഇപ്പൊ നമ്മള് മാളിലും അതുപോലെ കടകളിലൊക്കെ പോണ സമയത്ത്, ഇപ്പൊ വിഷു ഒക്കെയാണ് വരുന്നത് അല്ലെ, ഇപ്പൊ ഡിസ്കൗണ്ടിന്റെ ഒരു മേള തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫെസ്റ്റീവ് സീസൺസില് കമോഡിറ്റീസ് ലോവർ പേയ്മെന്റ് അല്ലെങ്കിൽ ലോവർ ആയിട്ടുള്ള പ്രൈസിന് വിൽക്കുന്നതും നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ കമോഡിറ്റീസ് വിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ടെൻഡൻസിയാണ് സ്പൊറാഡിക് എന്ന് പറയുന്ന ടെൻഡൻസി. അതായത് സീസണൽ നേച്ചർ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് വിൽക്കുക. അങ്ങനെ സീസണൽ നേച്ചർ നോക്കി നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്തായി വിളിക്കുന്നത്, സ്പൊറാഡിക് ഡംപിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ റെഗുലേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് ബോഡീസ്, ഇന്റർനാഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവയെല്ലാം ജനറലി പെർഫോം ചെയ്യുന്ന എന്താണ്, നമ്മുടെ എക്കോണമിയെ റെഗുലേറ്റ് ചെയ്യുക, നമ്മുടെ എക്കോണമിയുടെ ഫംഗ്ഷനെ ഒന്ന് മോഡുലേറ്റ് ചെയ്യുക, സ്ട്രക്ചറലൈസ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസികള് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1944 ന്യൂ ഹാംസ്ഫെയറില് ബേസിക് ആയിട്ട് 2 ബോഡീസ് എന്ത് ചെയ്തു, ഒറിജിനേറ്റ് ചെയ്തു വന്നു. അവിടുത്തെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡികൾ ഫോം ചെയ്തു വരുന്നത്. ഒന്ന് IMF-ഉം 2 IBRD-യും, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റും. രണ്ടും 1944 വരുന്നു. ഇത് ജൂലൈ 24, 1945 ഫങ്ഷൻ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. സോ IMF-ന്റെ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വാർ ഡിവാസ്റ്റഡ് ആയിട്ടുള്ള എക്കോണമി, അതായത് വാർ, നമുക്കറിയാം ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഒരു യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് നിൽക്കുന്നത് അല്ലെ. LPG ആണെങ്കിലും അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ എന്താ വളരെ റൂത്ത്ലെസ് ആയി വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി നീഡ് ടു ഗോ അഹെഡ്, റൈറ്റ്. അപ്പം അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബോഡി, അതായത് ഏതൊരു എക്കണോമിക് കണ്ടീഷനും ആയിക്കൊള്ളട്ടെ അവരെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ബോഡിയാണ് IMF എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് IBRD, അതായത് വേൾഡ് ബാങ്കിന്റെ വേറൊരു പേരാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് വാറൊക്കെ എഫക്ട് ചെയ്തിട്ടുള്ള എക്കണോമീസ് കാണും. അങ്ങനെയുള്ള എക്കണോമീസിനെ ഒന്ന് കരുത്തുറ്റതാക്കുക, അവരെ കൈപിടിച്ച് ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് IBRD-യുടെ ലക്ഷ്യം. ഇനി IMF-ന്റെ ഏരിയയിലേക്ക് പോയാൽ ഇവർ സോഫ്റ്റ് ലോൺസ് ഒക്കെ കൊടുക്കും കേട്ടോ. സോഫ്റ്റ് ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുക, ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിനൊന്നും ലോൺ കൊടുക്കാതെ. നമുക്കറിയാം, കാരണം ഓൾറെഡി ഒരു യുദ്ധമൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന എക്കണോമിയാണ്. അപ്പൊ അവർക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക പറയുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അവർക്ക് ജനറലി എന്ത് വേണം, ഫണ്ട് വേണം, ഡെവലപ്പ് ചെയ്യണം അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ, അവർക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. അങ്ങനെ അവർക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ they need what? They need ample level of supply, ample level of resources. Otherwise they cannot proceed അല്ലെ. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ് ഈ ബോഡി എന്ന് പറയുന്നത്.
അടുത്തത് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു GATT എന്ന് പറയുന്നത്. GATT 1944, WTO 1995. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം പോസ്റ്റുലേറ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ? USA ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ 2024 മുതൽ നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചൈനയാണ് വരുന്നത്. ഓക്കെ, ചൈനയുമായിട്ടൊക്കെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് USA റിലേഷൻഷിപ്പ് വന്നത്. പിൻകാലത്ത് USA റിലേഷൻ ടെർമിനേറ്റഡ് ആവുകയും ചൈനയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ അവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് WTO ഇവിടെ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് RBI, ഓസ്ബോൺ സ്മിത്തിന്റെ റെക്കമെൻഡേഷൻ, ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ലെ RBI വരുന്നത്. ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണുള്ളത്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് അറിയപ്പെടുന്ന, അതേപോലെ തന്നെ നമുക്ക് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ എന്നൊക്കെ ബേസിക്കലി നമുക്ക് പരാമർശിക്കാൻ പറ്റുന്ന ഒന്നാണ് നോട്ട് ഇഷ്യൂയിങ് ഏജൻസി അല്ലെ. 1 rupee നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും RBI ആണ് പബ്ലിഷ് ചെയ്യുന്നത്. 1 rupee ആരാണ്? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ചെയ്യുന്നത് അല്ലെ. 1 rupee നോട്ട് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ട് ഇവിടെ വരുന്നത് എന്താ? RBI ഉണ്ട്, WTO, വേൾഡ് ബാങ്ക്, IMF. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് വരുന്നത് എന്താണ്? ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെ ആരാണ്? WTO ആണ്. കാരണം ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ആ പേര് പറയുമ്പോൾ തന്നെ ആക്ച്വലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായി പറ്റും. ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ മുന്നോട്ടേക്ക് സ്ട്രക്ചറലൈസ് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. Trade deficit occurs when export is greater than import, imports is greater than exports, exports equals imports, capital inflow greater than capital outflow. ഞാൻ പറഞ്ഞു ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, പല ഫോമിൽ നമുക്ക് ഡെഫിസിറ്റുകളെ ആക്ച്വലി സ്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ട്രേഡ് എന്ന് പറയുമ്പോൾ അതായത് ഒരു രാജ്യവുമായി നമ്മൾ റിലേഷൻഷിപ്പ് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആംബിൾ ആയിട്ടുള്ള ടെക്നിക്കൽ അസോസിയേഷൻ ആണ് അവിടെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഹൈ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയി അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്താ? എക്സ്പോർട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ എക്സ്പോർട്ട് ആസ് വെൽ ആസ് ഇമ്പോർട്ട് ആക്ടിവിറ്റി നല്ല രീതിയിലല്ല ടേക്ക് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്കോണമിക്ക് അത് പ്രോബ്ലം. എന്തിനാണ്? നമ്മളിപ്പം മെർക്കന്റലിസ്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അവര് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ മെർക്കന്റലിസ്റ്റുകള് എന്നൊക്കെ നമ്മൾ പറയും. അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജോൺ ലോക്ക് എന്ന് പറയുന്ന എക്കണോമിക്സ്റ്റ് ഒക്കെ അതിലാണ് ബേസിക്കലി വരുന്നത്. അപ്പൊ ഇതില് ഈ മെർക്കന്റലിസ്റ്റുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു രാജ്യം ട്രേഡ് ചെയ്യുന്നത്, പണ്ടത്തെ കാലത്തെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്, രാജ്യങ്ങൾ ട്രേഡ് ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഗോൾഡിന് വേണ്ടിയിട്ടാണ്. അതായത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ലഭിക്കുന്നത് എന്നാണ് മെർക്കന്റലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊരു കറക്റ്റ് വെർഷൻ ആയിട്ടൊന്നും നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മാത്രമൊന്നും ആയിരുന്നില്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതുക്കും മീതെ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഇവിടെ ട്രേഡ് ഡെഫിസിറ്റിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് എക്സ്പോർട്സിനെക്കാളും എന്താവുക, കൂടിയിരിക്കുന്ന കണ്ടീഷൻ അല്ലേ. അത് മോശമാണ്. കാരണം എന്താ വെച്ചാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ട്രേഡ് റിലേഷൻ വേണം. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അതിന് തത്തുല്യമായി ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ നമ്മൾ കുറെ കമോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നാൽ യാതൊരു രീതിയിലും നമ്മൾ എക്സ്പോർട്ട് ടെൻഡൻസി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വരുമാനമില്ല. നമ്മളൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടി ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബേസിക്കലി എന്തിനു പോണത്, ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോണത്.
എന്നാൽ ഇവിടെ അങ്ങനെ നമുക്ക് സ്ട്രക്ചറലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റുന്നില്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് എന്താ കാര്യം? there is no meaning in that. സോ മെർക്കന്റലിസ്റ്റുകളും അത് തന്നെയാ പറഞ്ഞേ, ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുക, മാക്സിമം ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ ഇവിടെ ട്രേഡ് ഡെഫിസിറ്റ് വരുമ്പോ എന്താ? ഇമ്പോർട്ട്സ് എക്സ്പോർട്സിനെക്കാളും കൂടുതലായിരിക്കും. നമ്മളെ ഇറക്കുമതി എന്ന് പറയുന്നത് നമ്മളെ കയറ്റുമതിയേക്കാളും എന്താവുക? കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ. അതൊരു അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം ആംബിൾ സ്രോതസ്സിൽ എന്ത് ചെയ്യാ? പുറത്തോട്ട് പോവുക ചെയ്യുന്നത്, വരികയല്ല ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the new economic policy introduced in India in 1991 is also known as Green Revolution, LPG. LPG പറഞ്ഞ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, വൈറ്റ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് റെവല്യൂഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. 1966-69 പീരീഡിലാണ് ബേസിക്കലി നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഹരിത വിപ്ലവം അല്ലെ. നമുക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ ഉണ്ട്, അതേപോലെ നോർമൻ ബെർലോഗ് എന്ന് പറയുന്ന ആളും ഉണ്ട്. ബേസിക് ആയിട്ട് ഈ ഗ്രീൻ റെവല്യൂഷനായിട്ടും റിലേറ്റ് ചെയ്ത്, വൈറ്റ് റെവല്യൂഷനുമായി റിലേറ്റ് ചെയ്ത്, അതേപോലെ ബ്ലൂ റെവല്യൂഷനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഏരിയയിലേക്ക് പോയാൽ എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവം അല്ലെ. അതായത് ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പൊ 1947 മുമ്പ്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാല് ഏകദേശം നമുക്ക് 50% ആൾക്കാരെന്ന് പറയുന്നതും എന്തിനായിരുന്നു ലൈവ്ലിഹുഡിന് മീറ്റ് ചെയ്യാൻ വേണ്ടി അവര് ബേസ് ആക്കി വെച്ചിരുന്നത്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയിരുന്നു. മാത്രല്ല 80% ആൾക്കാരും ജോലി ചെയ്തത് കൃഷിയുടെ മേഖലയിലും ആയിരുന്നു. എന്നാൽ 1947 ശേഷം ഈ ടെൻഡൻസി, അതായത് കൃഷിയിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ടെൻഡൻസിയില് മാറ്റം വരികയും ആൾക്കാർ കൃഷി എന്നുള്ള പാറ്റേൺ വിട്ടിട്ട് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈറ്റ് കോളർ ജോബ്സിലേക്ക് അവർ പോവുകയാണ് ചെയ്തത് അല്ലെ. അപ്പം അതൊക്കെ റെവല്യൂഷൻസിലേക്ക് അല്ലെങ്കിൽ ചേഞ്ചസിലേക്ക് നയിച്ചു. അതേപോലെ നോർമൻ ബെർലോഗ്, MS സ്വാമിനാഥൻ, വർഗീസ് കുര്യൻ അല്ലെ, വൈറ്റ് റെവല്യൂഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി അടുത്തത് വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്ക്. നമുക്കറിയാം നമ്മൾ മിൽക്കിന്റെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന രാജ്യമാണ്. അപ്പം നമുക്ക് ധാരാളമായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ചെയ്യാം. നമ്മൾ അതിനെ പ്രൊഡക്ടിവിറ്റി ഏരിയയിൽ വളരെ റാപ്പിഡായി മിൽക്ക് പ്രൊഡക്റ്റുകള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന മേഖലയിലും നമ്മൾ വളരെ പ്രോഗ്രസീവ് ആണ്. ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് ഫിഷറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഗോൾഡൻ ഉണ്ട്, പല രീതിയിലുള്ള റെവല്യൂഷൻസും നമുക്ക് അവൈലബിൾ ആണ്. LPG റിഫോം ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയി വരുന്നത്. എന്താണ് LPG? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലെ. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് LPG മെക്കാനിസം പറയുന്നത്. ലിബറലൈസേഷൻ മീൻസ് അൺനെസസറി ആയിട്ടുള്ള കൺട്രോളിൽ നിന്നും നമ്മുടെ എക്കോണമീനെ ഓപ്പൺ അപ്പ് ചെയ്യുക. പബ്ലിക് ആയിട്ടുള്ള വീക്ക് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ സ്വാപ്പ് ചെയ്തിട്ട് പ്രൈവറ്റൈസ് ചെയ്യുക. അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇന്റഗ്രേറ്റിംഗ് അവർ എക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി അല്ലെ. അപ്പൊ ഈ കോൺസെപ്റ്റുകൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ബേസിക്കലി ആര് ഗവേൺ ചെയ്യുന്നത്? ന്യൂ എക്കണോമിക് പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഗവേൺ ചെയ്യുന്നത്. നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം, നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യണം, അതിനായി നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാരും കമന്റ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് പറയണേ. യെസ്. നമുക്കിനി അടുത്തയിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഡ്യൂറിംഗ് 1991 ഇക്കണോമിക് റിഫോംസ്? നമുക്കറിയാം 1991, ഞാൻ മുമ്പേ പറഞ്ഞു 1991 സ്കെനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ച ഒരു ടൈം പീരീഡ് ആയിരുന്നു അല്ലെ. LPG മെക്കാനിസം, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ മെക്കാനിസം ഏറ്റവും കൂടുതൽ ടേക്ക് പ്ലേസ് ചെയ്ത ഒരു ടൈം പീരീഡ് ആണ് 1991 എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ 1991 പീരീഡിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ 1991 സ്കെനാരിയോ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ബേസിക് ആയിട്ട് ആരായിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നാണ് ചോദ്യം. ഇറ്റ് വാസ് നൺ അതർ ദാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു.
നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. അതായത് 1990 89-90 കാലഘട്ടത്തില് നമ്മുടെ എക്കോണമിയില് ഭയങ്കര വലിയ ഡിലേമ കണ്ടീഷൻ വന്നു. അതായത് നമുക്ക് യാതൊരു രീതിയിലും മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ 3 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോളിസി രൂപീകരിക്കുക, അല്ലെങ്കിൽ IMF-ൽ നിന്ന് കടമെടുക്കുക, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർട്ടിക്കുലർ എക്കോണമിക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ അവരെ സഹായിക്കാനാണ് ബേസിക്കലി ആരുള്ളത്, ഈ IMF വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. സോ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സ്വന്തമായി പോളിസി രൂപീകരിക്കുക, അല്ലെങ്കിൽ IMF-ൽ നിന്ന് കടമെടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ഇനി അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഇന്റർനാഷണൽ രാജ്യങ്ങളിൽ നിന്നും ബോറോ ചെയ്യുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പം രാജ്യങ്ങളിൽ നിന്ന് ബോറോ ചെയ്താൽ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വരും. അതിനെ പറയുന്ന പേരാണ് ക്രൗഡിങ് ഔട്ട് എഫക്ട്. ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഒരുപാടാവുന്ന സമയത്ത് അത് ഭയങ്കര പ്രോബ്ലം ആണ്. അതായത് നമുക്ക് ഭാവി തലമുറയിലേക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ക്യാഷ് ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ അത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലേക്കും അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കും നമ്മുടെ എക്കോണമിയെ എന്ത് ചെയ്യാം, കൊണ്ടെത്തിക്കാനായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. 2, IMF-ൽ നിന്ന് ബോറോ ചെയ്യുക. IMF-ൽ നിന്ന് എല്ലാവരും ബോറോ ചെയ്യാറുണ്ട്. സോ നമ്മൾ ബോറോ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ കാരണം, നമ്മൾ ബോറോ ചെയ്യാതിരിക്കാനുള്ള കാരണം, നമ്മളിപ്പം IMF-ൽ നിന്നും ഫണ്ട് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയുന്ന റൂൾസ്, അവർ പറയുന്ന പോളിസീസിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ ഫുള്ളി എന്താവും, അവരുടെ കൺട്രോളിന്റെ ഇടയിലാവും. സിൻസ് നമ്മൾ ഓൾറെഡി 1947 വരെ ഒരു കൺട്രോളിന്റെ കീഴിലായിരുന്നു അല്ലെ. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് രക്ഷപ്പെട്ട് വന്ന, അപ്പൊ വീണ്ടും നമ്മൾ ഇനി അതുപോലത്തെ ഒരു സിസ്റ്റത്തിലേക്ക് പോവാ പറഞ്ഞാൽ അത് പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ ആണ്. സോ അതുകൊണ്ട് ബേസിക്കലി എന്ത് തീരുമാനിച്ചു, നമ്മള് സ്വന്തമായിട്ട് പോളിസി രൂപീകരിച്ചു. ആൻഡ് ആ സ്വന്തമായിട്ട് രൂപീകരിച്ച പോളിസിയാണ് ബേസിക്കലി ഏത്, LPG മെക്കാനിസം. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസി. അവിടെ അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് ആണ് അതിന് നേതൃത്വം നൽകിയത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് LPG റിഫോം? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നാഷണലൈസേഷൻ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് LPG മെക്കാനിസം എന്ന് പറയുന്നത്. റാവു മൻമോഹൻ സിംഗ് പോളിസി എന്നും നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മാക്സിമം എന്ത് വേണം, ഇവിടെ ഡെവലപ്മെന്റ് ആവശ്യമാണ്. ആ മാക്സിമം പൊട്ടൻഷ്യാലിറ്റിക്ക് അല്ലെങ്കിൽ മാക്സിമം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ലിബറലൈസേഷൻ, ലിബറേറ്റിംഗ് അവർ എക്കോണമി. പ്രൈവറ്റൈസേഷൻ, വീക്ക് പബ്ലിക് സെക്ടർ യൂണിറ്റിനെ ഡിഫൻസ്, അറ്റോമിക് മുതലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എല്ലാം മാറ്റി, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എല്ലാം മാറ്റി ബാക്കി ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, പ്രൈവറ്റ് യൂണിറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ഇന്റഗ്രേറ്റിംഗ് അവർ എക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി അല്ലെ. സോ ഇതിനെല്ലാം നമുക്ക് എന്താണ് സഹായിച്ച പോളിസി ഫ്രെയിംവർക്ക് ആണ് LPG റിഫോം എന്ന് പറയുന്നത്. സോ സിൻസ് അങ്ങനെ നമ്മളെ സഹായിച്ചത് കൊണ്ട് ഇവിടെ വരാത്തത് ഏതാ, നാഷണലൈസേഷൻ. നമ്മൾ പറയും November 19 ഈ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ എന്നൊക്കെ പറയും. വാട്ട് ഇസ് ഇറ്റ്? നമ്മള് ഏകീകരിക്കുകയാണ് അല്ലെ. നമ്മുടെ എക്കണോമിക് ഏരിയ എടുത്ത് നോക്കുന്ന സമയത്ത് ജനങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡൈവർജൻസും ഇല്ല, എല്ലാവരും ഒന്നാണ്, ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് എല്ലാവരും പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ള കൺസിഡറേഷൻസിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തത്, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് was abolished under 1956, 1977, 1991 and 1980. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1991 ആണ്. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റ് കമൻസ് ചെയ്യണമെങ്കിൽ ഭയങ്കര റെഗുലേഷൻസ് ആയിരുന്നു, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു.
ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡസ്ട്രിയൽ ഹബ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകള് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ള കണ്ടീഷൻ വെച്ചാ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ് ചെയ്യുന്നത്. കാരണം ഓണ്ടർപ്രീനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അധികം റെസ്ട്രിക്ഷൻസ് വരുന്നു, ഒരുപാട് കൺസിഡറേഷൻസ് വരുമ്പോ നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ഒരു താല്പര്യം കാണില്ല. എന്തിനാ അങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോണത് എന്നായിരിക്കും നമ്മൾ ജനറലി ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ്. സോ വി വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ഗോ വിത്ത് സച്ച് പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓണ്ടർപ്രീനേഴ്സ് കടന്നു വരട്ടെ, അവർക്ക് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വെച്ചാണ് 1991 ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സ്കീം അബോളിഷ് ചെയ്തത്. Disinvestment refers to investment in public sector, sale of government shares in PSUs, import substitutions, export promotion. Disinvestment 1996 ബേസിക്കലി വന്നിരിക്കുന്നത്. ഡിസിൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ ഉണ്ട്. ആ വീക്ക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റുകളില് ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ എന്ത് ചെയ്യുക, അത് പ്രൈവറ്റ് മേഖലയ്ക്ക് വിൽക്കുക. അപ്പൊ പ്രൈവറ്റുകാര് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുകയും നല്ല ആമ്പിൾ ആയിട്ട് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയായിരിക്കും, പ്രോഗ്രസീവ് ആയിട്ടുള്ള ടെൻഡൻസി തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാനായി അത് സഹായിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാതെ സ്വയം പര്യാപ്തതയോടുകൂടി കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസോഴ്സ് ബേസിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് നമ്മള് ആ റിസോഴ്സസ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല പൂർണ്ണ രൂപത്തില്, ട്രാപ്പ് ചെയ്ത് പോവാണ് ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ ആവശ്യം, നമുക്ക് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ എക്കോണമീനെ നമുക്ക് റാപ്പിഡ് ആയിട്ട് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എക്സ്പോർട്ട് ബൂം ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് വരുന്നത്. സോ താങ്ക് യു, ബൈ.